ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു സിംഹത്തിൻ്റെ ഒരു ഫേസ് വെച്ചിട്ട്, അതായത് മെയിനായിട്ട് ഇത് ഷർട്ടുകളിലും ഒക്കെ, ഈ പാർട്ടി വെയർ ഷർട്ടുകളിലൊക്കെ ഈ ഒരു സ്ട്രെച്ചർ വെച്ചിട്ട് കട്ട് ബീഡ്സ് ഒക്കെ വെച്ച് നല്ല ഗ്രാൻഡായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഞാൻ വിചാരിച്ച് ഇന്ന് ഇങ്ങനൊരു പിക്ചർ വരച്ച് ഒരു കട്ട് ബീഡ്സ് ഒക്കെ വെച്ചിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. സോ നമ്മൾ ഇതിനകത്തിൽ പ്രത്യേകിച്ചൊന്നും കൊടുത്തൊന്നുമില്ല. അതിൻ്റെ ഒരു മുഖത്തിനൊരു ഷേപ്പ് കൊടുത്തു കേട്ടോ. അതിന് മുഖത്തിന് ഇത് രണ്ടും കണ്ണായിട്ട് വരച്ചു. പിന്നെ ഇതുപോലെ സാധാരണ മൂക്ക് പോലെ, പിന്നെ ഇത് കൃതാബ് പോലെ താടി, പിന്നെ അതിൻ്റെ മുടി ഭാഗങ്ങൾ ഇങ്ങനെ നമ്മൾ ഈ ഒരു ഇലേൻ്റെ ഒരു ഇതാണ്, ഇല പോലത്തെ ഒരു ഷേപ്പൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഓർഡറിലല്ലായിരിക്കുമല്ലോ കിടക്കുന്നത്. അപ്പം നമ്മളൊരു ഷേപ്പ് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ജട മീൻസ് ഇത് നമ്മൾ ചീവി ഒതുക്കുന്നില്ലല്ലോ, അവരുടെ സ്കിന്നിനകത്തിൽ എൻ്റെ കൂട്ട് തന്നെ ഒരു സ്ട്രക്ചർ വരച്ച് ഞാൻ ശരിയാക്കിയത്. ഏകദേശം സക്സസ് ആവുമെന്നാണ് വിചാരിക്കുന്നത്. സോ നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഒന്നുമില്ല, ഇങ്ങനെ ഒരു ആദ്യം ഒരു ഫേസ് എങ്ങനെ വരയ്ക്കുന്നതിന് മാത്രം ഒന്ന് ഇത്രയും ഭാഗം ഒന്ന് നോക്കി വെച്ചത്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഷേപ്പ് കൊടുത്താൽ എങ്ങനെയാണ്. ഞാൻ ഇത് ചെറിയ ഒരെണ്ണം ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ, ചുമ്മാ വരച്ചതാണ്. ആദ്യമായിട്ടാണ് ഇതൊരു സാധനം ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഞാൻ കൊടുക്കുന്ന ഒരു ഗോൾഡൻ കട്ട് ബീഡ്സും പിന്നെ ചെയിൻ സ്റ്റിച്ചുമാണ്. ഇത് ഫുള്ള് ചെയിൻ സ്റ്റിച്ച് കൊടുത്ത ശേഷമാണ് നമ്മൾ കട്ട് ബീഡ്സ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓരോ, അതായത് ജഡഭാഗങ്ങൾ ഫുള്ള്, അതിൻ്റെ ഹെയർ ഫുള്ള് നമ്മൾ ഇതേത്തെ ത്രെഡ് വെച്ചിട്ട് നമ്മൾ ഇത് ചെയ്യും. ചെയിൻ സ്റ്റിച്ച് ഇത് ഫുള്ള് കൊടുക്കും. ഞാൻ ഈ കളർ പെന്നുകൊണ്ട് വരച്ചേക്കെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി. ഇവിടെ എല്ലാം ലീഫിൻ്റെ ഒരു സ്ട്രക്ചർ വെച്ചിട്ടാണ് അതിൻ്റെ ഹെഡിലുള്ള ഇത് ഹെയർ നമ്മൾ ഇട്ടേക്കുന്നത്. അതേപോലെ തന്നെ ഇതെല്ലാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ആകൃതിയിൽ തന്നെയാണ് കട്ട് ബീഡ്സുകൾ, ഗോൾഡൻ കട്ട് ബീഡ്സ്, ഇതുപോലത്തെ കട്ട് ബീഡ്സ് വാങ്ങാൻ കിട്ടും. ആ ഗോൾഡൻ കട്ട് ബീഡ്സ് ഇതിൻ്റെ ഷേപ്പ് അനുസരിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് സൈഡിൽ കൂടെ അതിൻ്റെ ഷേപ്പ് അനുസരിച്ച് പോകും. ഇത് ഞാൻ ഒരു ഭാഗം സ്റ്റിച്ച് കട്ട് ബീഡ്സ് വെച്ച് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. ഫുള്ള് കാണിക്കാൻ കുറേ ലെന്തി ആയിപ്പോവും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു പിക്ചർ വരച്ചതിന് ശേഷം ആ സ്ട്രക്ചർ ഫുള്ള് നമ്മൾ ചെയിൻ സ്റ്റിച്ച് കൊടുക്കും. ഇതായത് സാധാരണ ത്രെഡാണ് ഞാൻ എടുത്തേക്കുന്നത്, ഗോൾഡൻ ത്രെഡ്. എന്നിട്ട് നമ്മൾ പയ്യെ ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുത്ത് ഈ ലീഫ് പോലെ ഇരിക്കുന്ന ഈ സ്ട്രക്ചർ നമ്മൾ കവർ ചെയ്യും. അല്ലേ, ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് എങ്ങനെയാണ് സൂട്ട് അതനുസരിച്ച് നമുക്ക് ഇച്ചിരി സ്പേസ് ഇട്ട് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അടുത്തടുത്ത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നമ്മളിത് ഫുള്ള് ഫില്ല് ചെയ്യും. അതിനുശേഷം നമ്മൾ കട്ട് ബീഡ്സുകൾ ഇതുപോലെ ഫില്ല് ചെയ്ത് സൈഡിൽ കൂടെ ഈ ബോർഡർ ഉണ്ടല്ലോ, ബോർഡറിൻ്റെ ഭാഗത്ത് കൂടെ തന്നെ കട്ട് ബീഡ്സുകൾ കൊണ്ടുപോകണം. നമ്മളപ്പം ഈ ഒരു ഭാഗം മൊത്തം ഫില്ല് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളെ കാണിച്ച ആ ലീഫ് പോലെ ഇരിക്കുന്ന ഭാഗം മൊത്തം ഇതുപോലെ സ്റ്റെയിൻ സ്റ്റിച്ച് കൊടുത്ത് നമ്മൾ ഫില്ല് ചെയ്ത് ഇതിന് ശേഷം നമ്മൾ ഇതുപോലെ തന്നെ കട്ട് ബീഡ്സുകൾ ഇതിൻ്റെ അരിവ് ആദ്യം ഫസ്റ്റ് ഇവിടെ ഇങ്ങനെ 2 വെച്ചിട്ട് കട്ട് ബീഡ്സ് വെച്ചിട്ട് ഇവിടെ മൊത്തം ഫില്ല് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം സൈഡ് ചേർത്ത് നമ്മൾ 2 കട്ട് ബീഡ്സ് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോയി. ഈ സൈഡ് ചേർത്ത് കൊണ്ടുപോകണം. അതായത് എവിടെയാണ് ചെയിൻ സ്റ്റിച്ച് പോയേക്കുന്നത് അതനുസരിച്ച് നമ്മൾ ഇതിൻ്റെ അരിവനുസരിച്ച് നമ്മൾ കട്ട് ബീഡ്സുകൾ ഫില്ല് ചെയ്ത് പോകണം. അങ്ങനെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ഇങ്ങനെ അരിവ് ചേർത്ത് ഫില്ല് ചെയ്ത് കൊണ്ടുപോകണം. 2 എണ്ണം വെച്ചിട്ടാണ് ഞാൻ കട്ട് ബീഡ്സുകൾ ഈ അരിവ് ഫില്ല് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഒരു നീറ്റായിട്ട് വരും. നല്ല നീറ്റായിട്ട് വരും. ഇങ്ങനെ എല്ലാ ഭാഗങ്ങളും ഫില്ല് ചെയ്യും. ഈ സ്ട്രക്ചർ എങ്ങനെയാണ് ഈ കണ്ണിൽ മാത്രം നമ്മൾ ഒരു കട്ട് ബീഡ്സ് മാത്രം, ഒറ്റ സിംഗിൾ കട്ട് ബീഡ്സാണ് ഉപയോഗിക്കുന്നത്. ബാക്കി എല്ലാ ഭാഗത്തും നമ്മൾ ഫില്ല് ചെയ്ത് പോകുന്നത്. ഈ ഇൻസൈഡ് ഫില്ല് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒന്നും നമ്മൾ ഫില്ല് ചെയ്യില്ല. ഇതിൻ്റെ ഹെയർ മൊത്തം ഇതുപോലെ കട്ട് ബീഡ്സുകൾ കൊണ്ട് സ്പേസ് ഒന്നും ഇടാത്ത രീതിയിൽ ഫില്ല് ചെയ്യും. അപ്പം നമ്മളുടെ ലൈനിൻ്റെ ഫേസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിന് ചുറ്റും വേണമെങ്കിൽ നമുക്കൊരു ചെയിൻ സ്റ്റിച്ച് മേളിൽ കൂടെ നമുക്കൊന്ന് ഗ്രാൻഡായിട്ട് കൊടുക്കാം, ഒരു 3D എഫക്റ്റ് കിട്ടാൻ വേണ്ടി. പിന്നെ ഐസിലൊക്കെ ഒരു കട്ട് ബീഡ്സ് മാത്രമാണ് വെച്ചിരിക്കുന്നത്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ മൈ യൂട്യൂബ്.
താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ബൈ.